പീച്ചിയിലാണ് താമസിക്കുന്നത്. പിന്നെ ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. RCMൽ വന്നിട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3.5 മാസം കഴിഞ്ഞു. ഓപ്പണർ ലെവലിൽ നിൽക്കുന്നു. ഈ പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് ചാലക്കുടി സ്വദേശിയും ഈഗിൾ അച്ചീവറുമായ പ്രവീൺ സാറാണ്. എൻ്റെ കസിൻ ബ്രദറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും വളരെ നന്ദിയോടെ തന്നെ ഓർക്കുകയാണ്. അപ്പോ 2001 എനിക്കൊരു മേജർ ഓപ്പറേഷൻ നടന്നിരുന്നു. തുടർന്ന് 25 റേഡിയേഷനും പിന്നെ 18 കീമോയും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കേട്ടതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. ശാരീരിക മാത്രമല്ല, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന അന്ന് 23 വർഷം കഴിഞ്ഞല്ലോ. അപ്പൊ അന്നുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളിലും എനിക്ക് താങ്ങും തണലായിട്ട് നിന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ജീവനോടെ തന്നെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പൊ അന്ന് പ്രവീൺ സാറ് എന്നെ പരിചയപ്പെടുമ്പോ എൻ്റെ അടുത്തേക്ക് പ്രവീൺ സാർ ഒരു പറ്റം ലീഡേഴ്സിനും കൂടെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. അപ്പോ എല്ലാ ലീഡേഴ്സിന്റെയും ഉപദേശപ്രകാരം RCMന്റെ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ മനസ്സിലാക്കി. എനിക്കത് മുന്നോട്ടുള്ള ജീവിതത്തിന് ഈ പ്രോഡക്ട്സ് ഞാൻ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ RCMൽ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഒരു കൗതുകം എന്നോണം ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഇത്രയും വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് ഈ ഒരു പ്രസ്ഥാനം നീങ്ങുന്നതെന്ന് മനസ്സിലായത്. അതായത് ഒരു നവഭാരതം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആരോഗ്യ സംരക്ഷണമാണ് മുന്നിൽ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ആരോഗ്യമില്ലാത്ത ഞാൻ എന്തായാലും അതിലൊരു പങ്കാളിയാകുന്നത് എത്രയോ നല്ലതായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് സജീവമായിട്ട് പ്രവർത്തിക്കണം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തോന്നുന്നത്. അപ്പോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. എന്നെ പോലെയുള്ള പല വ്യക്തികളും മുറിക്കുള്ളിൽ അടഞ്ഞിരിപ്പുണ്ടാകും. അപ്പൊ അവരൊക്കെ ഇത് കേൾക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ വയറിനകത്ത് എൻ്റെ റെക്ടം റിമൂവ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് ശരീരം ശരിയല്ലെങ്കിൽ നമ്മുടെ മനസ്സും പോകും അല്ലേ? അപ്പൊ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് വരെ പോയിക്കൊണ്ടിരുന്നു. സൗണ്ട് ഞാനൊരു ടീച്ചറായിരുന്നു കൊണ്ട് എനിക്ക് ആ ഫീൽഡിൽ തുടരാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എനിക്ക് ക്ലാസ് റൂമിന്റെ സെന്ററിൽ വന്ന് സംസാരിക്കണം. അത്രയ്ക്ക് നേർത്തതായിരുന്നു എൻ്റെ സൗണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞാൻ തന്നെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട്. പാട്ട് പഠിച്ചു, എൻ്റെ കുഞ്ഞിന്റെ ഒപ്പം തന്നെ ഇരുന്ന് ഞാൻ പാട്ട് പഠിക്കാൻ ശ്രമിച്ചു, എൻ്റെ സ്റ്റുഡന്റിന്റെ അടുത്ത് തന്നെ. പിന്നെ ഇതുപോലെ ഈ RCMൽ വന്നിട്ട് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് വലിയൊരു പ്രസ്ഥാനമാണെന്നും ഇതിലൂടെ എങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിൽ എന്നെ പോലുള്ള വ്യക്തികൾക്ക് ഞാനൊരു മാതൃകയാകാം എന്നതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ ഏതൊരു വ്യക്തിയും ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം പാലിക്കേണ്ടത് 6 ബേസിക്സ് ആണ്. അതിലത്തെ ഫസ്റ്റ് പോയിന്റ് യൂസ് ദ പ്രോഡക്ട്സ് ആൻഡ് ഷെയർ ദ പ്രോഡക്ട്സ്. അത് തന്നെയാണ് ഞാൻ ആദ്യം ചെയ്തത്. ആദ്യം ഞാൻ നവംബറിൽ ചേർന്ന് എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന പ്രോഡക്ട്സ് ഒക്കെ എൻ്റെ ഗ്രേറ്റ് ലീഡേഴ്സ് പരിചയപ്പെടുത്തിയപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുകയായിരുന്നു. അപ്പൊ ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ആ മാറ്റം, അതായത് എനിക്ക് എൻ്റെ ആരോഗ്യമൊന്നും വഷളായില്ല, പകരം എനിക്ക് അത് നല്ലതാണെന്ന് മനസ്സിലായി. അപ്പൊ അത് തുടർന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് എൻ്റെ അസുഖം മൂലം മറ്റു പല അസുഖങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ തൈറോയിഡ് വന്നായിരുന്നു, പിന്നെ സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു, മുടിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, പല്ല് കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്തത് മൂലം പല്ലിന് ഡാമേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാവോ അതെല്ലാം തന്നെ എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ നീങ്ങുമ്പോഴാണ് RCM പരിചയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഓരോ ഉൽപ്പന്നങ്ങളും അറിയുമ്പോൾ അത് എനിക്ക് വേണ്ടതാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഡോക്ടർ രാജൻ സർ പറഞ്ഞത് വളരെ സത്യമാണ്. ഞാൻ പല ട്രെയിനിങ്ങുകളും പങ്കെടുക്കാറുണ്ട്. പിന്നെ അതുപോലെ യൂട്യൂബ് ഒക്കെ വാച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ കിട്ടിയ അടിസ്ഥാനത്തിലും പിന്നെ എൻ്റെ സ്വന്തം അടിസ്ഥാനത്തിലുമാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അപ്പൊ സാറ് പറഞ്ഞത് ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെയും
അതുപോലെ ഗുഡ് നൈറ്റ് മുതൽ ഗുഡ് മോർണിംഗ് വരെയും നമുക്ക് ആവശ്യമുള്ള എല്ലാം ഈ RCM ഉണ്ട് എന്നാണ്. അത് വളരെ ശരിയാണെന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ പല്ലിനെ നമ്മൾ സംരക്ഷിക്കാനായിട്ട് കാവിഗോ ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പല്ലുകൾ മൊത്തം എന്റെ അകന്നു പോയായിരുന്നു. അതുപോലെ പല്ലുകൾക്ക് യാതൊരു തരത്തിലുള്ള ബലം ഉണ്ടായിരുന്നില്ല, ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളെല്ലാം എനിക്ക് ഈ RCMന്റെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചപ്പോ മാറി കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ പല്ലുകൾക്കൊക്കെ തനതായി നിറം കിട്ടി, പിന്നെ മോണകൾ നല്ല ആരോഗ്യപ്പെട്ടു. അതുപോലെ പല പ്രശ്നങ്ങളും കാവിറ്റി അത് കഴിഞ്ഞുകൂടാതെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഡെന്റൽ പ്രശ്നമുള്ള ഓരോ വ്യക്തികളും പരിചയപ്പെടുമ്പോ കണ്ടുമുട്ടുമ്പോ പല പ്രശ്നങ്ങളും ചോദിച്ചറിയുന്ന കൂട്ടത്തിൽ ഓരോന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ഡെന്റൽ പ്രോബ്ലം ഉള്ളവര് ഒരുപാട് സഹിക്കാൻ പറ്റാത്ത വ്യക്തികളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവരെയൊക്കെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിച്ചു. പക്ഷെ അവർക്കെല്ലാം എനിക്ക് ഇതൊരു പാരിതോഷികമായിട്ട് തന്നെ ഞാൻ ആദ്യമൊക്കെ നൽകിയിരുന്നു. കാരണം അത്രയ്ക്കേറെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1.5 ലക്ഷത്തോളം രൂപ ഞാൻ എന്റെ പല്ലുകൾക്ക് വേണ്ടി ഇതിനകം ചെലവാക്കിയിട്ടുണ്ട്. മാറും, പിന്നെയും വരും, എനിക്ക് മോണപ്പഴുപ്പും ഇത്യാദി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേസ്റ്റിന്റെ ഇതാണ് ഞാൻ ആദ്യം തന്നെ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചായ ഒന്നും അങ്ങനെ കുടിക്കാറില്ലായിരുന്നു. പക്ഷെ RCMന്റെ ഈ തേയില, ആസാം തേയില, അതിന്റെ ഗുണവും അതല്ലെങ്കിൽ അതിന്റെ ആ ഒരു മേന്മയും അറിഞ്ഞപ്പോ അത് കുടിക്കാനായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇടയ്ക്ക് എന്നുമില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഞാൻ ആസാം തേയില ഉപയോഗിക്കും. കാരണം തേയില നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലും അതെങ്ങനെ വളരുന്നു എല്ലാവർക്കും അറിയാം, ധാരാളം വിഷം അടിച്ചിട്ടാണ് അത് വളരുന്നതെന്നുള്ളത്. പക്ഷെ ഈ തേയിലയുടെ കാലാവസ്ഥ, അതായത് മഞ്ഞും വെയിലും മഴയും എല്ലാം ഏറ്റിട്ട് യാതൊരുവിധ വളത്തിന്റെയും പ്രയോഗമില്ലാതെ തനതായി തന്നെ വളർന്നു വന്ന ഒരു തേയില ആയതുകൊണ്ട് അത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമുക്കൊരു ഉന്മേഷം കിട്ടാനായിട്ട് അത് നല്ലതാണ്. ഒപ്പം അതുപോലെ ഗോതമ്പ് പൂരി, ചപ്പാത്തി ഇതൊന്നും അങ്ങനെയൊന്നും ഞാൻ കഴിക്കാറില്ലായിരുന്നു. പക്ഷെ ഈ ഗോതമ്പ് പൊടിയുടെ മഹാത്മ്യം അറിഞ്ഞപ്പോൾ അത് എന്നെ പോലെയുള്ള വ്യക്തികൾക്ക് വയറ്റിലൊന്നും വേറെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. കാരണം മുളപ്പിച്ച് പൊടിക്കുക എന്നത് നമ്മൾ അധികം ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ മുളപ്പിച്ച് അത് പൊടിച്ച് പിന്നെ അതിനകത്ത് അയണും ഫോളിക് ആസിഡും ഒക്കെ ചേർത്ത് വളരെ പോഷക സമൃദ്ധമാക്കിയത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു ആട്ടപ്പൊടി. അപ്പൊ അത് ഞാൻ ഉപയോഗിച്ചായിരുന്നു. അത് ഒരുപാട് സാധാരണക്കാർക്കെല്ലാം മേടിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ന്യായമായ വിലയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും മേടിക്കാൻ കഴിവില്ലാത്ത വ്യക്തികൾ പോലും ഈ ഗോതമ്പ് പൊടി മേടിക്കും. പിന്നീട് എനിക്ക് വയറ്റില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്റെ രക്തം മലാശയമാണ് എടുത്തു കളഞ്ഞത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം എനിക്ക് ബുദ്ധിമുട്ടുകളായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരാ, അതവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ തന്നെ എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, ഇതെപ്പോ പുറത്തേക്ക് പോകും അങ്ങനെ അറിയാത്ത അവസ്ഥ. പിന്നെ എന്ത് കഴിക്കുമ്പോഴും എനിക്ക് വേണ്ടാത്തൊരവസ്ഥ, വളരെ കുറച്ച് മതി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം വർഷങ്ങൾ കൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ കഴിച്ച് മാറി വരുന്നുണ്ടായിരുന്നു. പിന്നീടും എങ്കിലും എനിക്ക് അതിൽ നിന്നും എനിക്കൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് പറ്റിയത് ഈ RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന് ശേഷമാണെന്ന് പറയാം. അതായത് എനിക്കൊരു ഹെർബൽ പൗഡർ ഉണ്ട്. അത് കലക്കിയാണ് ഞാൻ കുടിക്കുന്നത്. ഇപ്പോഴും അത് കലക്കി കുടിക്കുന്നുണ്ട്. കാരണം എനിക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ എനിക്കൊരു സപ്പോർട്ട് വേണം. അപ്പൊ അത് ഇല്ലാതെ പറ്റില്ല, ഒട്ടും ഫോഴ്സ് പാടില്ല. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളാണ് എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്തോ ഇപ്പോ ആ ഒരു പ്രക്രിയയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഒരു മനസ്സിനെ വരെ കൊണ്ടുവരാനായിട്ട് ഈ RCM വന്നതിന് ശേഷം പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു നേട്ടം, എന്നെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. അതേപോലെ ഞാൻ ഒരുപാട് നേരമൊന്നും എനിക്ക് അങ്ങനെ ഒരിക്കലും ഇരിക്കാനോ അതല്ലെങ്കിൽ കുറെ നേരം മീറ്റിങ്ങുകൾ കൂടാനോ അതിനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷെ ഞാനിപ്പോ പറയുന്നത് ഞാൻ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യാസമായിട്ടാണ് ഇപ്പോ രാപ്പകലില്ലാതെ തന്നെ ശരിക്കും പറഞ്ഞാല് എപ്പോഴും ഞാൻ ഓരോന്ന് അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഫീനിക്സ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ അപ്പോഴൊന്നും എനിക്ക് തോന്നിയില്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഞാനിരുന്ന് സ്വന്തമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ എന്നുള്ളത്. അതിലൊരുപാട് സന്തോഷമുണ്ട് RCM വന്നിട്ട്.
പിന്നെ ക്ലാസ്സുകളൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ഒരു ബോറടി ഇല്ല. എല്ലാം നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു തലത്തിലേക്കുള്ള ചിന്തകളൊന്നും നമുക്ക് പോകുന്നില്ല. ഫുള്ളായിട്ട് നമ്മൾ RCM തന്നെയാണ് എപ്പോഴും. അപ്പൊ പലപ്പോഴും ആദ്യമൊക്കെ എന്റെ ഗ്രേറ്റ് ലീഡേഴ്സ്, പ്രത്യേകിച്ച് സുരാജ് സാറൊക്കെ അങ്ങനെ പറയായിരുന്നു, ഇനി TV കാണേണ്ടതില്ല, നമ്മൾ എണീറ്റ് കഴിഞ്ഞാല് RCM മാത്രം മതി എന്നൊക്കെയാണ് പറയാറ്. അപ്പൊ അതൊക്കെ എനിക്ക് ആദ്യമൊന്നും അത്ര ഉൾക്കൊള്ളാൻ അയ്യോ അതെങ്ങനെയാണ് എന്നൊക്കെ തോന്നും. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായത്. അതായത് എന്റെ അഭിപ്രായത്തിൽ ഒരു ദിവസത്തിന് ഇത്ര മണിക്കൂറുകളൊന്നും പോരാ എന്നുള്ളൊരു ഇതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. കാരണം എങ്ങനെ എത്തിയാലും നമുക്ക് ഒരു പ്രാവശ്യം കേട്ട അറിവുകൾ മറ്റൊരു പ്രാവശ്യം പോലും നമുക്ക് അത് ഒന്ന് റിവൈസ് ചെയ്യാൻ പോലും നമുക്ക് ടൈം തികയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഫുള്ള് മീറ്റിങ്ങുകളും ഹോം മീറ്റിങ്ങുകളും അതുപോലെ ട്രെയിനിങ്ങും പിന്നെ ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ എല്ലാനായിട്ട് എപ്പോഴും സജീവമാണ്. അപ്പോ ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് അവസരം കിട്ടിയതിന്. പിന്നെ ഇതിനകത്ത് ഈ RCMന്റെ പ്രധാന ലക്ഷ്യങ്ങളില് ആരോഗ്യ സംരക്ഷണമാണല്ലോ ഏറ്റവും മുന്നിൽ പറയുന്നത്. അപ്പൊ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുമ്പോ അതിനകത്ത് ഇന്ത്യയെ പൂർണ്ണമായിട്ടും തന്നെ ആരോഗ്യകരമാക്കുക, അതായത് രോഗാവസ്ഥയിൽ നിന്ന് മോചിതരാക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉൾക്കൊണ്ടിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് RCMല് ആകർഷിക്കപ്പെട്ടത്. അതായത് ആരോഗ്യം കിട്ടുന്നതിന്, അതല്ലെങ്കിൽ രോഗാവസ്ഥ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് RCM ഒരുപാട് ആരോഗ്യദായകമായിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്ന ഗുണനിലവാരമുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പൊ അതില് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് തന്നെ HG ഓയിലാണ്. ഹെൽത്ത് കാർഡ് ഓയിൽ അതൊരു വെറും ഒരു എണ്ണയല്ല, അതൊരു അമൃത് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പച്ചയ്ക്ക് കഴിക്കുമ്പോൾ നമുക്ക് വയറ്റിൽ നിന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങളും, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അതുപോലെ കൊളസ്ട്രോൾ ലെവല്, എന്തിന് എല്ലാം തന്നെ BP, ഹാർട്ട് അറ്റാക്ക്, ഇത് 34 രോഗങ്ങൾ വരാതെ കാത്ത് സൂക്ഷിക്കുന്ന ആ ഒരു എണ്ണയെ ഞാനത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ 2 നേരവും അത് കഴിക്കുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്കത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വലിയ പ്രോബ്ലം ഒന്നുമില്ല കഴിക്കുമ്പോൾ. കാരണം നമ്മൾ അറിയാത്ത ഒരു വസ്തു നമുക്ക് പെട്ടെന്ന് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിനൊരു തോന്നല്. പക്ഷെ അത് ഇപ്പോൾ ഞാനത് ഈ ലീഡേഴ്സ് പറയായിരുന്നു, അവര് അത് ടീസ്പൂൺ കൊണ്ടല്ല അങ്ങനെ തന്നെ വായിരിക്കെടുത്ത് കമത്തുകയെന്ന്. പക്ഷെ എനിക്കതൊന്നും ആദ്യം വിശ്വസിക്കാൻ തോന്നിയിരുന്നില്ല. പക്ഷെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ശരിയാണല്ലോ എന്ന്. അതായത് ഇപ്പോഴും അങ്ങനെ ഒരുപാട് കുടിക്കുന്നില്ലെങ്കിലും ഇപ്പോഴും ഞാനും അതിലേക്കൊക്കെ ശ്രമിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 1 ടീസ്പൂണിൽ നിന്ന് 2 ടീസ്പൂണിലേക്കൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് അത് കഴിച്ചതിന് ശേഷം തന്നെ ശരിക്കും പറഞ്ഞാൽ മെറ്റബോളിസം ഒക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. പിന്നെ എല്ലാ തരത്തിലുള്ള വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എന്റെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 3-3.5 ടൈമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയും ടൈമുണ്ട്. പിന്നെ ഗുരുതരമായ വേറെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ ട്രെയിനിങ്ങുകളിടത്തൊക്കെ രാജൻ സാറിന്റെയും സുരേഷ് സാറിന്റെ ഒക്കെ ക്ലാസ്സിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് ഈ കീമോയും അതുപോലെ റേഡിയേഷൻ ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് തന്നെ എനിക്ക് അസ്ഥിക്ക് തേയ്മാനം സംഭവിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു 2-3 വർഷമായിട്ടാണ് ഞാൻ പെട്ടെന്ന് ക്ഷീണിക്കാനായിട്ട് തുടങ്ങിയത്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത് ഈ 2-3 വർഷമായിട്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഉണ്ടായ ഈ ഒരു മാറ്റം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു. കാരണം ഞാൻ എല്ലാം സഹിക്കും, അല്ലെങ്കിൽ ഏത് ഡോക്ടർമാര് പറഞ്ഞാലും അതെല്ലാം 100% അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നിട്ടും എനിക്ക് എന്താണ് ഇങ്ങനെ ആരോഗ്യം കിട്ടാത്തത്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണിച്ചു പോകുന്നത്, ഞാനിങ്ങനെ കൂടുതലായിട്ട് ബ്ലാക്ക് ആയിട്ട് വരിക, അത് തൈറോയ്ഡ് വന്നുകൊണ്ടുണ്ടായ പ്രശ്നമാണ്. അപ്പൊ അതിനെല്ലാം ഇതിനകത്ത് ഓരോരോ ഉൽപ്പന്നങ്ങളും പല ഉൽപ്പന്നങ്ങളും ഞാൻ പ്രയോഗിച്ചു. തവിടെണ്ണയിൽ വെജൊമേഗ പുരട്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ മൾട്ടിപർപ്പസ് ക്രീം ഉപയോഗിച്ചപ്പോൾ അത് നല്ല റിസൾട്ടാണ് എനിക്ക് തരുന്നത്. അതേപോലെ പലതും. പിന്നെ ഈ പറഞ്ഞതുപോലെ രാജൻ സാറിനെ കണ്ടപ്പോൾ രാജൻ സാർ എനിക്ക് കുറച്ച് ന്യൂട്രി പ്രൊഡക്ട്സുകൾ എനിക്ക് തന്നിരുന്നു. അപ്പൊ ഗ്രേറ്റ് ലീഡേഴ്സ് മുൻപ് എനിക്ക് ന്യൂട്രി ചാർജ് പ്രോഡക്ട്സ് ഒക്കെ പരിചയപ്പെടുത്തി ഞാൻ അതൊക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ട്. ന്യൂട്രി ചാർജ് വുമൺ, അതുപോലെ വെജുമക, ഗാമ റൈസിനോള്, പിന്നെ ന്യൂട്രി ചാർജ് S5 ഇതെല്ലാം കഴിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പൊ പരിശോധിച്ചപ്പോ, കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ പരിശോധിച്ചപ്പോ എനിക്ക് ബോൺ മാസ് തീരെ ഇല്ലായിരുന്നു. 3 വേണ്ടടുത്ത് 1 ഉള്ളൂ. അപ്പൊ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഡോക്ടർ രാജൻ സാർ പറഞ്ഞത് എനിക്ക് അസ്ഥിക്ക് വല്ലാണ്ട് തേയ്മാനം സംഭവിച്ചിരിക്കുന്നു, അതുപോലെ ബോൺ മാസും ഒന്നുമില്ല, മസിൽ പവർ വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞത്.
അപ്പൊ പക്ഷെ അദ്ദേഹം അതിനുള്ള ഞാൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ കഴിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം. എനിക്ക് എന്നാൽ ഉള്ളിൽ എനർജി ഉണ്ട്. അതല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇത്രയും നേരമൊക്കെ ഇരിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. പക്ഷെ കാഴ്ചക്ക് എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. പലരും എന്നെ കാണുമ്പോൾ ഇത് ലീല ടീച്ചർ തന്നെയാണോ എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ. പക്ഷെ രാജൻ സാറിനെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഒരു ആശ്വാസമായി. കാരണം സാർ എന്റെ നാഡിയൊക്കെ പരിശോധിച്ച് എനിക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ കുറച്ചും കൂടെ കൂട്ടി തന്നു. അതായത് പേശീബലം കിട്ടുവാൻ വേണ്ടിയിട്ട് തന്നെ അദ്ദേഹം എനിക്ക് ന്യൂട്രിചാർജ് കേസർ പിസ്ത, ഇതിന്റെ കൂടെ ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്ലസ് ന്യൂട്രിചാർജ് ഗെയിനർ, അത് ഞാനിപ്പോ ഒരു 5-6 ദിവസമായിട്ട് എന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കഴിച്ച ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ എനിക്കത് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. എനിക്കെന്തോ ഞാൻ ഇന്ന് പോയി എന്റെ വെയിറ്റ് നോക്കി. അപ്പൊ എനിക്ക് സാറിനെ കാണാൻ പോയപ്പോഴൊക്കെ എനിക്ക് 41, 39 ഭയങ്കര ക്ഷീണമായിട്ടിരുന്നു. 39 ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് എനിക്കത് 43 മനസ്സിലായപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷത്തോടുകൂടി ഞാൻ ഇന്ന് ഇരിക്കുന്നത്. കാരണം അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് എന്റെ വെയിറ്റ് നോക്കാനായിട്ട് പോയത്. പിന്നെ കാഴ്ചക്ക് നീ പറഞ്ഞ പോലെ മുമ്പൊക്കെ ഒരുപാട് കവിള പൊട്ടിയിട്ട് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് എന്നെ കണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് തന്നെ സ്വയം അറിയാൻ പറ്റുന്നത് ഈ 3-4 ദിവസം കൊണ്ട് തന്നെയാണെന്നുള്ളത് ഓർക്കുക. കാരണം അതിന്റെ അടിത്തറയായിട്ട് ഞാൻ മുന്നേ 3 മാസമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സാറിന്റെ ഈ ഒരു ഗെയിനറും കേസർ പിസ്തയും തോന്നുന്നു പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് എന്നിൽ ഉണ്ടാക്കി. പിന്നെ സുരേഷ് സാറ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ കേരളീയരൊക്കെ വീടുകളിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിരുന്നത് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മളത് നല്ലപോലെ കഴുകും. എന്നിട്ട് നല്ലപോലെ പിഴിഞ്ഞിട്ട് ആ വെള്ളം അങ്ങ് കാട്ടിക്കളയും, അല്ലേ? അപ്പൊ അതിനകത്ത് മെയിൻ കണ്ടന്റായ കുർക്കുമിൻ നഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് അഭ്യസ്തവിദ്യര് പോലും മനസ്സിലാക്കിയിട്ടിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ ഈ മഞ്ഞളിന്റെ ഒരു പ്രശസ്തി തന്നെ ഇതിനകത്ത് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് തന്നെ RCM മഞ്ഞൾപ്പൊടി അത് സുരേഷ് സാറ് നിർബന്ധമായിട്ടും കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 നേരവും ഒരു ചെറുനാരങ്ങ തൊലിയോട് കൂടിയിട്ട് കുരു നീക്കിയിട്ട് അതും പിന്നെ 1 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഓരോ നേരവും കുറച്ച് കുരുമുളകിന്റെ പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ചെറു ചൂടുവെള്ളത്തിൽ 3 നേരം കഴിക്കുക. അപ്പൊ ഒരു ക്യാൻസർ പേഷ്യന്റിന് ഏറ്റവും അത്യാവശ്യമാണ് മഞ്ഞള്. അത് പണ്ട് ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചു. ഞാൻ റേഡിയേഷൻ ഒക്കെ വന്ന പാടുകൾ മാറാനായിട്ട് മഞ്ഞള് അരിവേപ്പിന്റെ ഇലയൊക്കെ ചേർത്താണ് കുളിച്ചിരുന്നത്. ഈ ഒരു കഴിഞ്ഞ കാലമായിട്ടുള്ളത് മാറ്റിയിട്ടൊക്കെ. പിന്നെ സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ചെയ്യാൻ മടിയായിട്ട് കടലപ്പൊടിയൊക്കെ ഉപയോഗിച്ചു. പക്ഷെ ഇപ്പൊ RCMലേക്ക് വന്നപ്പോ ഈ സെൻസേഷൻ ക്രീമി ബാത്ത് സോപ്പിന്റെ ഗുണമേന്മ അറിഞ്ഞപ്പോ അതൊന്ന് പരീക്ഷിച്ചാലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ സോപ്പാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ 23 വർഷമായിട്ട് ഞാൻ സോപ്പൊന്നും ഉപയോഗിക്കാത്ത വ്യക്തിയായിരുന്നു. അതായത് കുളിക്കാനായിട്ട് മറ്റുള്ള ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ കുളിയൊക്കെ എത്ര നിസ്സാരം. അതായത് മഞ്ഞൾ അരയ്ക്കാൻ പോണ്ട, അല്ലെങ്കിൽ അരിവേപ്പിന്റെ ഇല പൊട്ടിക്കാൻ പോണ്ട, ഒന്നും വേണ്ട. ഈ സെൻസേഷൻ ക്രീമി ബാത്ത് സോപ്പ് ഇട്ടിട്ടാണ് ഞാൻ കുളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ത്വക്കിനൊക്കെ മുമ്പുണ്ടായിരുന്ന റഫ്നെസ് കുറെ മാറി മാറി വരുന്നുണ്ട്. പിന്നെന്താ പറയുക, അതുപോലെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ദോശയോ പൂരിയൊക്കെ ഉണ്ടാക്കി അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ മെയിനായിട്ട് എല്ലാ വീടുകളിലും കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ന്യൂഡിൽസ്. പക്ഷെ ഇന്നിപ്പോ എല്ലാവരും ഈ RCMലുള്ള എല്ലാവരും തന്നെ എനിക്കറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാല് ഈ ഗോതമ്പ് ന്യൂഡിൽസ് കുട്ടികൾ മാത്രമല്ല വലിയവരും പോലും തല്ലുകൂടി കഴിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അതിന് അജിനോമോട്ടോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ ഇത്രയും നല്ലൊരു വിഭവം ഒക്കെ നൽകിയ RCMന് തന്നെ നന്ദി പറയുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ RCMൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഓരോരോ വശങ്ങൾ പഠിച്ചുകൊണ്ട് അത് ചെയ്യുകയാണ്. അപ്പോ RCMന്റെ പ്രധാന ലക്ഷ്യമായ ആരോഗ്യ സംരക്ഷണത്തില് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഓരോരോ ഘട്ടങ്ങളിലൂടെയാണ് അത് നടപ്പാക്കുന്നത്. അപ്പൊ ഒരു ഘട്ടത്തിൽ അതിനകത്ത് പറയുന്നത് പ്രത്യേകിച്ച് പ്രതിരോധ ശേഷിയും അതുപോലെ പ്രതിരോധ ശേഷി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ, അതേപോലെ പോഷകമൂല്യം കുറഞ്ഞ ഉൽപ്പന്നങ്ങളും അത് നമ്മൾ കഴിക്കേണ്ടി വരുന്നത് മൂലം ഒരു വിഭാഗത്തിന് രോഗങ്ങളിലേക്ക് കടന്നു പോകേണ്ടി വരുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് പോഷകമൂല്യം ഉയർത്തുന്നതും അതുപോലെ പ്രതിരോധ ശേഷി കൂട്ടുന്നതുമായിട്ടുള്ള ഒരു വലിയ ശ്രേണി, അതാണ് ന്യൂട്രിചാർജ് ശ്രേണി. അപ്പൊ ഈ ഒരു ശ്രേണി ഈ ഒരു വകുപ്പിൽപ്പെട്ട വ്യക്തികളെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി ഉപയോഗപ്പെടുത്താം.
അങ്ങനെയും നമ്മുടെ ഇന്ത്യയെ ആരോഗ്യകരമായി രക്ഷപ്പെടുത്താം. പിന്നെ എന്താ പറയാ വെച്ചാല് ഇതിനകത്തുള്ള ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളെയാണ്. അതായത് ന്യൂട്രിചാർജ് S5 ഒന്നും ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ സുരേഷ് സാറ് നിർബന്ധമായിട്ടും ഈ ന്യൂട്രിചാർജ് S5ന്റെ പ്രത്യേകത പറഞ്ഞു. അതിനകത്ത് 5 ഹെർബൽസ് ആണ് അടങ്ങിയിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ളത് കരിഞ്ജീരകമാണ്. അപ്പൊ കരിഞ്ജീരകത്തിനെ കുറിച്ച് നമ്മുടെ പ്രധാന പുസ്തകങ്ങളിലൊക്കെ ബൈബിൾ ഖുർആൻ ഇതിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. മരണമൊഴികെ എല്ലാത്തിനും നല്ലത് എന്ന്. അപ്പൊ സത്യത്തിൽ മരണഭയമുള്ളവർക്കൊക്കെ നമുക്ക് ഈ ന്യൂട്രിചാർജ് S5 കൊടുത്ത് അവരുടെ പേടി അകറ്റാം. ഈ കൊറോണ പോലുള്ള മഹാമാരികളൊക്കെ വന്ന സമയത്ത് ഈ ഡേയ്സ് പറഞ്ഞു കേട്ടു ഈ ന്യൂട്രിചാർജ് S5 ആണ് അവര് വീട് തോറും കൊണ്ടു നടന്ന് കൊടുത്തിരുന്നത്. ഈ RCMൽ പ്രവർത്തിച്ച വ്യക്തികൾക്കൊന്നും തന്നെ കൊറോണ വന്നില്ല എന്ന്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാല് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് മരിച്ചത് സിന്ധു മാഡത്തിന്റെ ഇപ്പൊ RCMലുണ്ട്, സ്റ്റാർട്ടായിട്ട് നിൽക്കുന്നു. അപ്പൊ ആ മാഡത്തിന്റെ ഹസ്ബൻഡ് മരിച്ചത് കൊറോണ മൂലമാണ്. ഒരു കുഞ്ഞുണ്ട്. അപ്പൊ അതുപോലെയുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നീങ്ങാവുന്നതാണ്. പിന്നെ എൻ്റെ ചേച്ചിക്ക് ഇതുപോലെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഇതേ പ്രോഡക്ട്സുകൾ തന്നെ അതേ മൂല്യത്തോടും ഗുണത്തോടും കൂടി തന്നെ വിവരിച്ചുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചിയെ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തിയത് ചേച്ചിയെയാണ്. അപ്പൊ ചേച്ചിക്കും ഇപ്പൊ നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനും ഇപ്പൊ നിങ്ങൾക്ക് കാണാം, മുമ്പ് ഞാൻ മറ്റേ പൊന്വട്ടം പ്ലാറ്റ്ഫോമിൽ വന്നതിനേക്കാളും ഒരു കുറച്ചും കൂടെ മെച്ചപ്പെട്ടതായിട്ട് അന്ന് കണ്ടവർക്ക് ഇപ്പൊ എന്തായാലും മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് എന്നെ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് സുമ മേഡത്തിനോട് ഞാൻ സംസാരിക്കുമ്പോഴും സുമ മേഡം പറയാറുണ്ട് ടീച്ചർ കുറേ കൂടെ ഭേദപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഡോക്ടർ രാജേഷ് സാർ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ മറ്റേ ന്യൂട്രിചാർജ് BJ കഴിച്ചു തുടങ്ങാനാണ്. അതോടുകൂടി ലീല ടീച്ചറിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാണ്. അപ്പൊ 2 മാസം കഴിയുമ്പോൾ തന്നെ ഞാൻ ഓക്കെ ആകും. പണ്ട് ഞാൻ എന്തായിരുന്നുവോ, എനിക്ക് സ്കിന്നിന് നല്ല ഗ്ലോയിങ് നിറമൊക്കെ ഉണ്ടായിരുന്നു. പ്രായം കടന്നു പോയി എങ്കിലും എങ്ങനെയായിരുന്നു. അപ്പൊ സാറിന് എന്റെ വിശേഷങ്ങളെല്ലാം ഞാൻ വിശദമായി പറഞ്ഞപ്പോ സാർ അത്ഭുതപ്പെടുകയാണ്. സാർ ഇങ്ങനെ ഒരു വാക്ക് പറയുകയും ചെയ്തു, ടീച്ചർ ഇപ്പോ എന്റെ മുന്നിൽ ഇരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു എന്ന്. അപ്പോ ഒരു ഡോക്ടറിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, ഞാൻ എന്തുമാത്രം ത്യാഗാവസ്ഥയിലൂടെയാണ് കടന്നുപോയെന്നുള്ളതും ഇന്ന് ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് RCMനെ 100% കണ്ണടച്ച് വിശ്വസിക്കാം. കാരണം നമുക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമുക്ക് അതെല്ലാം നമുക്ക് മാറ്റാവുന്നതാണ് RCM. പിന്നെ വേറൊന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഇതിനകത്ത് നമുക്ക് ഈ മായം ചേർന്നിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നത് മൂലവും നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മായം കലരാത്ത ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്. അതായത് മായം കലർന്നത് തന്നെയാണ് മുളക്, മല്ലി എല്ലാനും അല്ലേ. അതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഈയിടെ നമ്മുടെ ഗ്രൂപ്പിനകത്തും ഈ മുളക് വിൽക്കുന്ന ഒരു കാഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അവിടെ ചെയ്യുന്നതെന്നുള്ള പ്രവർത്തനം എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അപ്പോ ഇത്തരത്തിലുള്ള വിശദമായ പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് RCM ഓരോ ഉൽപ്പന്നങ്ങളും അതിന്റെ ആ ചേരുവകളും 100% പരിശുദ്ധിയോട് കൂടിയിട്ടും ചേരേണ്ട ക്വാണ്ടിറ്റിയിലുള്ള ചേരുവകൾ ചേർത്തുകൊണ്ടും ഓരോ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മുൻപ് ഉപയോഗിച്ചിരുന്ന നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് മാറ്റിയിട്ട് RCMന്റെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള മായം കലരാത്ത വസ്തുക്കൾ എല്ലാവരുടെ വയറ്റിലേക്കും എത്തിക്കാം അല്ലെ. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ പ്രത്യേകതയൊക്കെ എല്ലാവർക്കും അറിയാം. മുമ്പ് മല്ലിപ്പൊടിയിലൊക്കെ കുതിരച്ചാണകമൊക്കെ കലർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതിന് പ്രത്യേകിച്ച് മല്ലിയുടെ ഗുണമൊന്നുമില്ല. അത് നമ്മുടെ വയറ്റിനകത്ത് കുറച്ചധികം ചെല്ലുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ RCMന്റെ മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുറവിട്ടാൽ മതി. ഒരു സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. നല്ല രുചിയാണ് അതിന്. അതേപോലെ തന്നെ മുളക് പൊടി, മുളകിനകത്ത് നമുക്ക് അൾസർ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള കുരുവൊക്കെ നീക്കം ചെയ്തും അതിന്റെ പോഷക മൂല്യം നഷ്ടപ്പെടാത്ത എണ്ണ ഊറ്റിയെടുക്കാതെ എണ്ണയോടുകൂടി തന്നെ ചൂടാക്കാതെ തനതായ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുള്ള മുളക്, അതേപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ട്രിപ്പിൾ റിഫൈൻഡ് ആയിട്ടുള്ള ഉപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നു. അപ്പൊ
പലർക്കും കിഡ്നി പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ കിഡ്നിക്ക് ഇതൊന്നും ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ ബാക്കി വരുന്ന ഉപ്പിന്റെ അംശമൊക്കെ കിടന്നിട്ടാണ് കിഡ്നിയെ ഡാമേജ് ആക്കി മാറ്റുന്നതെന്നാണ് ക്ലാസ്സുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു പോംവഴിയായിട്ട് തന്നെ ട്രിപ്പിൾ റിഫൈൻഡ് ഉപ്പ് RCM പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അടുക്കളയിലേക്ക് പോകുക, അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോകുക, ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഓർക്കേണ്ടതുള്ളൂ. കാരണം അടുക്കള മുഴുവനും ഇപ്പൊ RCM ഉൽപ്പന്നങ്ങളാണ്. അതേപോലെ എന്റെ ബാത്റൂമിൽ ഞാൻ ഉപയോഗിക്കുന്നത് RCM ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതുപോലെ ഇത്രയ്ക്ക് വിശ്വസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏവർക്കും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ രോഗിയായിട്ട് മാറുന്നതിന് പല പല കാരണങ്ങൾ ഉണ്ടാകാം. അതായത് അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനവും, പിന്നെ അനാവശ്യമായിട്ടുള്ള വൈദ്യ പരിശോധനകള്, ശസ്ത്രക്രിയകള്, ഇതുമൂലമൊക്കെ ഇതിന്റെയൊക്കെ പാർശ്വഫലമായിട്ട് എനിക്കും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ, ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് ആയിരുന്നു, അപ്പൊ പിന്നീട് ചെല്ലുമ്പോ ഒരുപക്ഷെ ഡോക്ടേഴ്സ് അറിഞ്ഞിട്ടുണ്ടാകില്ല, ഈ കക്ഷിക്ക് ഇത് വേണ്ടാത്തതാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അവരൊരു റെഗുലർ സിസ്റ്റം പോലെ ഓരോരോ മരുന്നുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ അങ്ങനെ ഞാൻ കൊളസ്ട്രോളിന്റെ ഗുളിക കുറെ ഇത്രയും ഒരു 10-15 വർഷമായിട്ട് തന്നെ ഞാൻ കഴിച്ചിരുന്നു. എനിക്ക് ഫാറ്റി ലിവറും ഉണ്ടായിരുന്നു. പക്ഷെ ഫാറ്റി ലിവറിന് ഞാൻ ഒരു മാസം ടാബ്ലറ്റ് കഴിച്ചിട്ട് പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ എന്റെ ഫാറ്റി ലിവർ എല്ലാം പോയിരുന്നു. അതേപോലെ പരിശോധനയിൽ എനിക്ക് കൊളസ്ട്രോൾ ഇല്ലായിരുന്നു. എന്നിട്ടും 10 mg കൊളസ്ട്രോളിന്റെ ഗുളിക ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ അന്നൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു ഈ കൊളസ്ട്രോളിന്റെ ഗുളിക ഒന്ന് നിർത്തണം എന്നുള്ള കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ എനിക്ക് കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. അപ്പൊ ഞാനും അത്തരത്തില് അനാവശ്യമായിട്ട് ആ മരുന്ന് ഞാൻ കഴിച്ച വ്യക്തിയാണ്. അപ്പൊ ഇന്നിപ്പോ RCM വന്നപ്പോഴാണ് അനാവശ്യ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരസുഖം മാറിയിട്ട് വീണ്ടും അതിനെ നമ്മൾ ചികിത്സിച്ചു കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഒപ്പം നമുക്ക് പുതിയ അസുഖങ്ങൾ എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പോ RCM വന്നതിന് ശേഷം ഒരു ട്രെയിനിങ്ങിൽ ഈ വാർത്ത ശ്രവിച്ചതിന്റെ ഫലമായിട്ട് തന്നെ ഞാൻ എന്റെ കൊളസ്ട്രോളിന്റെ ടാബ്ലറ്റ് ഒക്കെ ഞാൻ മാറ്റി. ഒപ്പം ഞാൻ എന്റെ ചേച്ചിയോടും അത് ആവശ്യപ്പെട്ടു, അത് മാറ്റിയേക്ക്. എന്തിനാണ് 13-15 രോഗങ്ങളൊക്കെ കൂടെ നമ്മള് അതിഥികളായിട്ട് കൂട്ടുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഉള്ള രോഗത്തിന് നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റാനായിട്ട് RCM പ്രോഡക്റ്റ് തന്നെ കുറച്ച് വിശ്വസിച്ചാൽ മതിയെന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നെ മറ്റൊരു സംഭവം എന്താ വെച്ചാല്, ഇതിന്റെ വേറൊരു ആരോഗ്യ സംരക്ഷണ ഭാഗമായിട്ട് നമുക്ക് ശുചിത്വ ബോധം നൽകുകയാണ്. അപ്പൊ അതും ഒരു അനാരോഗ്യകരമായ നീക്കത്തിലൂടെയാണ് നമ്മുടെ പ്രപഞ്ചം നിലകൊള്ളുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പീരീഡ്സ് തുടങ്ങിയ പല വ്യക്തികളും പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ള നാപ്കിൻ ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ അതുമൂലം എന്തെല്ലാം വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് അതൊക്കെ പ്രൊമോട്ട് ചെയ്തു, പഴയ തുണികളൊക്കെ മാറ്റി അത് വേണം എന്നുള്ള രീതിയിലാണ് ഉറച്ചു നിന്നിരുന്നത്. പക്ഷെ പ്ലാസ്റ്റിക് കൊണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം അപകടാവസ്ഥകൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു ബോധം വന്നപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ഇത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കൊക്കെ പകരമായിട്ട് നമ്മുടെ RCM നാപ്കിൻസ്, അതിന്റെ പ്രത്യേകത എന്താണ്? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ യൂട്രസിനെ കംപ്ലീറ്റ് ആയിട്ട് നല്ല ആരോഗ്യപ്പെടുത്തുന്ന അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലുള്ള കോട്ടൺ ലെയർ ആയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഭൂമിയിലേക്കും അലിഞ്ഞു പോകുകയും വെള്ളത്തിൽ അലിഞ്ഞു പോകുകയൊക്കെ ചെയ്യുന്ന ആ നാപ്കിൻസ് അതിന്റെ ഉപയോഗമൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. പിന്നെ വേറെ എന്താണ് പറയേണ്ടത്? അതേപോലെ ഇതിനെ നമുക്ക് ഇനിയിപ്പോ നമുക്ക് വീട്ടിനകത്ത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. രോഗം വരാതെ കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള മറ്റു പല ഉപാധികൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ തന്നെ RCM ഉള്ളത് വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. അതായത് നമുക്കിപ്പോ ഒരു കാറ്റ് കാലം വന്നിരിക്കുകയാണ്. അപ്പോ മഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസരത്തില് എല്ലാവർക്കും തന്നെ വരുന്ന അസ്വസ്ഥതകള്, അലർജി മൂലം ഉണ്ടാകുന്ന ചുമ, പനി, ജലദോഷം, കഫക്കെട്ട്, തൊണ്ടവേദന, ഇതൊക്കെ വന്നു മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന അവസ്ഥകളാണ്. ഞാനും ഇതിന് ബുദ്ധിമുട്ട് അനുഭവിച്ചു. എന്റെ വീട്ടിലുള്ളവരും ഇതിന് അനുഭവിച്ചവരാണ്. അപ്പൊ ആ ഒരു സമയത്താണ് പഞ്ചതുളസി, കിലോയ് തുളസി ഇതൊക്കെ പരിചയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് പഞ്ചതുളസി എന്ന് പറയുമ്പോൾ 5 തരത്തിലുള്ള തുളസി, കർപ്പൂര തുളസി, കാട്ടുതുളസി, രാമതുളസി ഇത്യാദി തുളസികളൊക്കെ. അപ്പൊ തുളസി എന്ന് പറയുമ്പോൾ 36 ഔഷധ ഗുണങ്ങളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ പണ്ട് കാലത്ത് തന്നെ നമുക്ക് ചുമയും കഫക്കെട്ടൊക്കെ വരുമ്പോ പണ്ട് കാലത്ത് തന്നെ നമ്മുടെ
നമ്മുടെ പൂർവികര് ചെയ്തിരുന്നത് തന്നെയാണ്. തുളസിയൊക്കെ പിഴിഞ്ഞെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അല്ലെങ്കിൽ തുളസിയിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. അപ്പൊ അതിന്റെ ഒരു ബദൽ സംവിധാനമായിട്ട് തന്നെ അതിനേക്കാൾ 100 ഇരട്ടി ശക്തിയുള്ള പഞ്ചതുളസി, ഇതിന്റെ 2-3 ഡ്രോപ്സ് നമ്മൾ ചെറു ചൂടുവെള്ളത്തില് ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യം ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇത്യാദി പ്രശ്നങ്ങളെല്ലാം എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടും. അതേപോലെ കുട്ടികൾക്കാണ് അധികവും ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അതായത് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സാധിക്കും. അതായത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുമ്പോൾ തന്നെ നമുക്ക് അസുഖങ്ങൾ വരാതെയായിട്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് സ്ത്രീകൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് കീസോൾ ഉൽപ്പന്നങ്ങളൊക്കെ ഒരുപാട് ആകർഷകത്വമുള്ളതാണ്. അത് അതുപോലെയുമുള്ള ഇപ്പൊ രോഗാവസ്ഥ മാത്രമല്ല, പല രീതിയിലും ഇപ്പൊ രോഗം മാറി, പിന്നെ സമ്പത്തില്ല, എങ്ങനെയാണെങ്കിൽ എല്ലാ തരത്തിലും തന്നെ നമ്മളെ സഹായിക്കാനായിട്ടാണ് RCM ഉള്ളത്. ഇപ്പൊ സമ്പത്തില്ലാത്തതിന് ഇതിലൊന്നും ഇറങ്ങി പ്രവർത്തിച്ചാൽ മതി. ഇതിൽ എത്രയോ ഉൽപ്പന്നങ്ങൾക്ക് എത്രയോ ഡിഫറൻസ് ആണ് DPയും MRPയും തമ്മിൽ. അപ്പൊ അത് തന്നെ നല്ലൊരു വരുമാനമായിട്ട് എടുക്കാം, അല്ലേ? അപ്പൊ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ ഒരു സൈഡായിട്ട് തന്നെ ഇതിനകത്ത് പ്രവർത്തിക്കാം. ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോ വരുമാനം ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ഒന്നിനും മതിയാകുന്നില്ല സത്യത്തിൽ. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. സാമ്പത്തികം, ആരോഗ്യം മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും വീട്ടിൽ അസ്വസ്ഥതകൾ തലപ്പൊക്കും. അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങളും കൂടി ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ RCM പരിചയപ്പെടുകയാണെങ്കിൽ എത്രയോ നല്ലതാണ്. അതായത് ആരോഗ്യം കിട്ടും, അതുപോലെ തന്നെ സാമ്പത്തിക വരുമാനം കിട്ടും. ഇതിൽ പല ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് നമ്മളൊന്ന് മറിച്ച് കച്ചവടം നടത്തുക, അതിനുവേണ്ടി ഒന്ന് ജോയിൻ ചെയ്യുക, കൂട്ടായിട്ട് പ്രവർത്തിക്കുക. അപ്പോ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് മാറുക. ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ വലിയ സംഭവമാണല്ലോ അതൊക്കെ. അപ്പൊ അറിയാതെ തന്നെ ഒരു മഹത് കർമ്മത്തിലേക്ക് എല്ലാവർക്കും നീങ്ങാവുന്നതുമാണ്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാല് തവിടെണ്ണയെ കുറിച്ച് തന്നെയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിക്കും തവിടെണ്ണ പറയാം. കാരണം തവിടെണ്ണ ഒരു അമൃത് തന്നെയാണ്. മറ്റൊരു ഉൽപ്പന്നം മേടിക്കാൻ പറ്റാത്ത ഏതൊരു വ്യക്തിക്കും തവിടെണ്ണ വീട്ടാവശ്യത്തിന് വേണ്ടി വെളിച്ചെണ്ണയ്ക്ക് പകരം തവിടെണ്ണ ഉപയോഗിക്കുകയും അതിൽ നിന്ന് കുറച്ചെടുത്ത് കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഭാവിയിൽ അസുഖങ്ങൾ വരാതെ നോക്കാം. അപ്പൊ അത് തന്നെയാണല്ലോ നമ്മുടെ ലക്ഷ്യവും, അല്ലേ? പിന്നെ വേറെന്താ പറയുന്നത്? അപ്പൊ പിന്നീട് ഇതിനകത്ത് ഈ ന്യൂട്രിചാർജ് വുമൺ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് കിട്ടിയ ഗുണങ്ങൾ എന്ന് പറയുന്നത്, അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് 50 പോഷകങ്ങള്, അല്ലെ? ഈ പോഷകങ്ങളുടെ പ്രത്യേകത നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത പോലുള്ള ഫ്രൂട്ട്സിന്റെ ബ്ലെൻഡ്സ്, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കേൾക്കുന്നത്. സ്ട്രോബെറി ഇന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ വിലയേറിയ ഈ ഉൽപ്പന്നങ്ങളുടെ എക്സ്ട്രാക്ട്, അതിന്റെ ബ്ലെൻഡ് ഈ ഒരു ടാബ്ലറ്റിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പൊ ഫ്രൂട്ട്സ് സാധാരണ എല്ലാവരും കഴിക്കുക സ്കിന്നിന് ഗ്ലോ കിട്ടാനായിട്ടും പിന്നെ നല്ലൊരു മെറ്റബോളിസം വരാനൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ സവിശേഷത പലതുമാണ്. ഇതിനകത്ത് ഈ ഫ്രൂട്ട്സ് ബ്ലെൻഡ് മാത്രമല്ല, മിനറൽസ് ഉണ്ട്, വിറ്റാമിൻസ് ഉണ്ട്. അപ്പൊ ഏതൊരു പീരീഡ്സ് തുടങ്ങിയ ഒരു സ്ത്രീക്കും ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥയിൽ കഴിച്ചിരിക്കേണ്ട ഒരു ടാബ്ലറ്റ്, ഒരു പോഷകമാണ് ന്യൂട്രിചാർജ് വുമൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടെത്തുന്ന പല സ്ത്രീകളിലും പല പല പ്രശ്നങ്ങളുണ്ട്. മെയിനായിട്ട് തന്നെ തൈറോയ്ഡ് ഇല്ലാത്തവർ ആരും തന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഈ ന്യൂട്രിചാർജ് വുമൺ കഴിച്ച് തൈറോയ്ഡ് പൂർണ്ണമായിട്ടും മാറിയ പല ഗ്രേറ്റ് ലീഡേഴ്സിനെയും തന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരാണ് എനിക്ക് പ്രൊഡക്റ്റ് ആദ്യം തന്നെ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഞാനൊരു തൈറോയ്ഡ് പേഷ്യന്റ് ആയതുകൊണ്ട് അതെന്നെ ഒരുപാട് ആകർഷിച്ചു. അപ്പൊ അതുപോലെയുള്ള രോഗികളായ വ്യക്തികളെ ഞാൻ ഇന്നും കണ്ടിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ ഇത് പറയുകയാണ്, ന്യൂട്രിചാർജ് വുമൺ കഴിക്കേണ്ടതിന്റെ ആവശ്യകത. അപ്പൊ അത് കഴിക്കുന്നത് പോലെ നമുക്കുണ്ടാകുന്ന തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ മുടിയെല്ലാം പോകും. അപ്പൊ ആ ഒരു പ്രശ്നം തന്നെ ഞാനിത് കഴിച്ചപ്പോ ഒരാഴ്ച കൊണ്ട് തന്നെ എന്റെ മുടി കൊഴിച്ചിൽ നിന്നുള്ളതാണ്. പിന്നെ ഒരുപാട്, അതായത് കീമോ റേഡിയേഷൻ ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളൊരു തെങ്ങിന്റെ ചുവട്ടിൽ ഒരു തീ ഇട്ട് കഴിഞ്ഞാല്, എവിടെയെങ്കിലും ഒരു തീ ഇട്ട് കഴിഞ്ഞാല് അതിന്റെ ചുറ്റുമുള്ള ചെറിയ പുല്ലുകളെല്ലാം പെട്ടെന്ന് തന്നെ വാടിക്കരിഞ്ഞു പോയി അവിടെ ഒരു തരിശു ഭൂമിയായിട്ട് മാറും. അപ്പൊ അതേ ഒരു അവസ്ഥയാണ് എന്റെ വയറ്റിനകത്തും നടന്നിരിക്കുന്നത് കേട്ടോ. അതായത് എനിക്ക് റേഡിയേഷൻ ചെയ്തത് മൂലം എന്റെ യൂട്രസിന്റെ എല്ലാ പ്രവർത്തനം നിന്നു 36 വയസ്സിൽ തന്നെ. അപ്പൊ അതുമൂലം പിന്നെ അത് എടുത്തു കളയാത്തത് കൊണ്ട് തന്നെ എന്റെ നട്ടെല്ലിന് എനിക്ക് വേറെ പ്രശ്നമില്ലാണ്ട്
നിവർന്നു നിൽക്കാനൊക്കെ പറ്റുന്നു എന്ന് പറയാം. അപ്പൊ ഇതേ പ്രോബ്ലം അനുഭവിക്കുന്ന യൂട്രസ് നീക്കം ചെയ്യേണ്ടി വന്ന ഒരുപാട് സ്ത്രീകളെയാണ് ഞാൻ കണ്ടെത്തിയത്. ഇന്നലെയും ഞാൻ കണ്ടെത്തിയിരിക്കുന്നു പലരെയും. അപ്പൊ അവർക്കൊക്കെ ഈ യൂട്രസ് എടുത്ത് കളഞ്ഞത് മൂലം വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ന്യൂട്രിചാർജ് വുമണ് പകരം ന്യൂട്രിചാർജ് മാൻ ഞാൻ പരിചയപ്പെടുത്തി. ഒപ്പം തന്നെ ഏത് ന്യൂട്രി പ്രൊഡക്ട്സിന്റെ ഒപ്പവും ഗാമ ഓറിസിനോൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് മറ്റുള്ളവരെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ ഞാനിത് കഴിക്കുന്നുണ്ട്, ഗാമ ഓറിസിനോൾ. അപ്പൊ അതിന്റെ ഒരു അത്ഭുത പോഷകം എന്നാണ് ഈ ഗാമ ഓറിസിനോൾ അറിയപ്പെടുന്നത്. അപ്പൊ ആദ്യമൊന്നും എനിക്കത് കഴിക്കണം എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഞാൻ ആദ്യത്തെ ഭാഗത്ത് അതൊന്നും ഞാൻ അങ്ങനെ കഴിച്ചിരുന്നില്ല. പക്ഷെ ഇതെല്ലാം ഈ ന്യൂട്രി പ്രൊഡക്ട്സുകളുടെ ഈ വിപുലമായ ശ്രേണി, അതായത് അത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ നമുക്കില്ലാത്ത പോഷകമൂല്യം ഉയർത്താനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളുടെ ശ്രേണിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും പിന്നെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ ഉപദേശപ്രകാരം തന്നെ ഈ ഗാമ ഓറിസിനോൾ എല്ലാ ന്യൂട്രി പ്രൊഡക്ട്സിന്റെ ഒപ്പം കഴിക്കാനായിട്ട് കഴിച്ചു തുടങ്ങിയിട്ട് തന്നെ ഗാമ ഓറിസിനോൾ കഴിച്ചു തുടങ്ങിയിട്ട് 2.5 മാസത്തോളമായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അത്ഭുത പോഷകത്തെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുകയും ചെയ്തു. അപ്പൊ എന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഞാൻ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പോരാന്നാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോഴത്തെ ക്ലാസ് ഞാൻ പറയുന്നതും ഒരുപാട് പോരായ്മ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം ഇന്നലെ രാത്രി 9:30ക്കാണ് എന്നെ ഇത് അറിയിച്ചത്. അപ്പൊ പിന്നെ എനിക്ക് എന്താ വെച്ചാൽ എനിക്കെല്ലാം എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കുറിക്കണം. അപ്പൊ കുത്തിക്കുറിച്ച് വന്നപ്പോ തന്നെ രാത്രി 12 മണിയായി. പിന്നെ രാവിലെ എനിക്ക് ഒന്നിനും നേരം കിട്ടില്ല. കുറെ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ നീങ്ങും. പിന്നെ അങ്ങനെ ഉറക്കം നിന്നുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങി. ഒരു 4:30 എണീറ്റത്. പിന്നെയും ഞാൻ ഇന്നലെ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഞാൻ വായിച്ചൊന്ന് നോക്കിയിട്ട് ഞാനത് എന്റെ സ്വന്തമായിട്ട് തന്നെ പറയുന്നത്. അപ്പൊ എഴുതി വെച്ച അത്രയും കാര്യങ്ങൾ വന്നോ എന്നുള്ളതും എനിക്ക് അറിയുന്നില്ല. എങ്കിലും പക്ഷെ ഞാൻ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ ഞാൻ മറക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വായിൽ തോന്നുന്നതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗാമ ഓറിസിനോൾ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ്ട്രിക് പ്രശ്നമില്ലാത്ത ആരും തന്നെ ഇല്ല എന്ന് പറയാം, അല്ലെ? ഭൂമിയില് പലതരത്തില് അധിക പ്രശ്നം ഉണ്ടാകുന്നത് നോണൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നോൺ കഴിക്കാതിരിക്കാനുള്ള വലിയ സംഭവങ്ങളാണ് RCM പുറത്തിറക്കിയിരുന്നത്. എന്താണ് ഗുഡ് ഡോട്ടിന്റെ വെജിറ്റേറിയൻ ബൈറ്റ്സ് പ്രോട്ടീൻസ്. അത് ശരിക്കും പറഞ്ഞാല് അത് ഞാനിവിടെ ഉപയോഗിച്ചു. ശരിക്കും മാംസാഹാരത്തിന് തുല്യം തന്നെയാണ്. മാംസാഹാരത്തിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം കിട്ടുന്നു. അതിൻ്റെതായ രുചിയിൽ തന്നെ തയ്യാറാക്കാനായിട്ടും നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ബിസ്ക്കറ്റ്, നമ്മൾ കടയിലത്തെ ബിസ്ക്കറ്റ് ആണെങ്കിലൊക്കെ നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കുഴഞ്ഞു കഴിഞ്ഞിരിക്കും. കാരണം എന്താണ്? അതിനകത്ത് അനാവശ്യമായിട്ടുള്ള പല സാധനങ്ങളുണ്ട്, മൈദയൊക്കെ ഉണ്ട്. പക്ഷെ ഈ RCMന്റെ ബിസ്ക്കറ്റ് നമുക്ക് കഴിക്കാവുന്നതാണ്. എപ്പോ വേണമെങ്കിലും നമുക്കത് കഴിക്കാം, സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം അതൊന്നും നമ്മുടെ വയറ്റിൽ ചെന്നാൽ പ്രശ്നങ്ങളില്ല. അപ്പൊ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും RCMലെ ബിസ്ക്കറ്റ്, നൂഡിൽസ്, ഈ മിക്സ്ചർ സംഭവങ്ങൾ, അതുപോലെ സോൻ പപ്പടി ഇത്യാദി സംഭവങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നതൊക്കെ ഈ തവിടെണ്ണയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വയറ്റിൽ ചെന്നാൽ വേറെ അസ്വസ്ഥതകളോ മറ്റൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഇനി അതേപോലെ ഗാമ ഓറിസിനോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം എടുത്തു പറയേണ്ടത് അത് കരളിന്റെ സംരക്ഷണമാണ്. അപ്പൊ ഇത് ഫാറ്റി ലിവർ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഞാൻ സത്യത്തിൽ ഇപ്പൊ ഒരു 1.5 അല്ലെങ്കിൽ 2 മാസമായിട്ട് ഞാൻ ഒരു ചെക്കപ്പിനും പോയിട്ടില്ല. കാരണം എന്നോട് രാജൻ സാറ് പറഞ്ഞിരിക്കുന്നത് BJയും കൂടെ കഴിച്ചതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ട് തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ പോയാൽ മതി എന്നാണ്. അപ്പോ തൈറോയ്ഡ് ചെക്ക് ചെയ്തിട്ട് അത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറഞ്ഞു. ആ ഒരു ടാബ്ലറ്റ് 37യുടെ ടാബ്ലറ്റ് ആണ് ഞാനിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും മാറ്റുക. എന്നിട്ട് ടീച്ചർക്ക് മറ്റേ എന്താണ് ഒരു സ്ട്രോബെറി പ്രോഡക്റ്റ് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ടീച്ചർ എന്തായിരുന്നു മുമ്പ് അത് തന്നെ ടീച്ചർക്ക് വീണ്ടും ആകാൻ പറ്റും എന്നാണ്. അത് ഫിസിക്കലി അങ്ങനെ ആകാൻ പറ്റും എന്നാണ് സാർ എനിക്ക് തന്നിരിക്കുന്ന ഉറപ്പ്. അപ്പൊ ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ കരളിന്റെ സംരക്ഷണം പറയുമ്പോൾ നമുക്ക് കരളിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ കരളിന് ഒരു ഡാമേജ് വരുന്നു പറഞ്ഞാലും, അതായത് ഒരു വ്യക്തിക്ക് തന്റെ സ്കിന്നിന്റെ ഡ്രൈനെസ് അല്ലെങ്കിൽ ഗ്ലോയിനെസ് ഒക്കെ പോകുന്നതും മുടി കൊഴിച്ചിൽ വരുന്നതൊക്കെ പല പല കാരണങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താ വെച്ചാൽ ഈ എല്ലാ അസുഖത്തിന്റെയും ഉറവിടം ഞാനാണെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ എനിക്കുണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം എന്തുകൊണ്ടാണ്? ഒന്ന്, എനിക്ക് വന്നത് ഈ എന്റെ അമിതമായിട്ടുള്ള അലോപ്പതി മരുന്നുകളുടെ ഉപയോഗമാണ് ഒന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, അത് ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം എനിക്കൊരു പക്ഷെ തൈറോയ്ഡ് വന്നത്. അപ്പൊ തൈറോയ്ഡ് പ്രശ്നം മൂലം ഉണ്ടായ ഡ്രൈനെസ്, മുടി കൊഴിച്ചില്, ഫിസിക്കലി കാണാൻ ഒരു വിരൂപത,
അല്ലെങ്കിൽ കറുപ്പ് നിറം, മുഖത്ത് നല്ല കട്ട കറുപ്പുണ്ടായിരുന്നു. അത് ഈ ഇത്യാദി സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ ഫാറ്റി ലിവർ ഉണ്ടാകുമ്പോൾ വേറെ വേറെ പ്രശ്നങ്ങൾ, വയറുമ്പി വരിക, പിന്നെ വിശപ്പില്ലായ്മ, ഇത്യാദി സംഭവങ്ങളൊക്കെ എന്നിൽ കടന്നു പോയതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല വിശപ്പാണ്. എനിക്ക് വിശക്കാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ നൂഡിൽസ് എടുത്ത് ഉണ്ടാക്കി കഴിക്കും. പണ്ടൊക്കെ എന്റെ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറയും, നീ എന്തെങ്കിലുമൊക്കെ മര്യാദയ്ക്ക് കഴിക്ക്, മനുഷ്യക്കോലത്തിൽ നടക്ക് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പറയും, ഇപ്പൊ മനുഷ്യക്കോലമായില്ലേ, ഇനി എന്തിനാ അധികം കഴിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ഇതിൽ എനിക്ക് വിശപ്പുണ്ട്, നല്ല വിശപ്പ് വന്നു തുടങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശക്കുമ്പോഴൊക്കെ ഞാനൊരു ഭയം കൂടാതെ ഈ നൂഡിൽസ് കഴിക്കും. അതേപോലെ ഇതിന്റെ ബിസ്ക്കറ്റ് കഴിക്കും. ചോറിന്റെ അളവ് വളരെ കുറച്ചാണ് കഴിക്കുന്നത്. പക്ഷെ വിശപ്പ് കാരണം ഇപ്പൊ ഇത്തിരി കൂട്ടുന്നുണ്ട് കേട്ടോ. അത് അപകടമാകുമെന്ന് എനിക്കറിയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ന്യൂട്രി പ്രൊഡക്ട്സിലെല്ലാം തന്നെ കരുത്തുറ്റ ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാല് രോഗങ്ങളെയൊക്കെ നമുക്ക് മാറ്റി, രോഗാവസ്ഥയെ വരുന്ന ഘടകമാണ്, രോഗാവസ്ഥയെ മാറ്റുന്ന ഘടകം അല്ലെ. അപ്പൊ രോഗാവസ്ഥ മാറുന്നതിന് വേണ്ടി തന്നെ ഈ ന്യൂട്രിചാർജ് ശ്രേണി തന്നെ ഇപ്പൊ ഞാൻ എത്ര എണ്ണമാണ് കഴിക്കുന്നത്, ഇനി ഞാൻ എത്രയും. അപ്പൊ എന്റെ ഒരു സാമ്പത്തികം അനുസരിച്ചും ഒക്കെ എനിക്ക് എന്ത് വേണമെങ്കിലും എനിക്ക് കഴിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോ. എങ്കിലും സാമ്പത്തികം ഇല്ലാത്തവർക്കും അത് കൊടുക്കണമല്ലോ. അപ്പൊ അതിന്റെ സംവിധാനങ്ങൾ കൂടെ നോക്കുകയാണ് എങ്ങനെയാ വേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഞാൻ എന്റെ ഉപയോഗത്തിൽ വന്നിരിക്കുന്ന പല പ്രോഡക്റ്റുകളും ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാല്. പിന്നെ വെജ് ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപൊക്കെ മീൻ ഗുളിക കഴിക്കാൻ പറയും ഡോക്ടേഴ്സ് അല്ലെ. അപ്പൊ ഈ മീൻ ഗുളിക കഴിക്കാൻ പറയുമ്പോ എന്തിനാണ് മീൻ ഗുളിക കഴിക്കുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അത് പേശികൾക്ക് ബലം കുറയുമ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ മീൻ എന്ന് പറയുമ്പോ പിന്നെ ചെറുമത്സ്യങ്ങൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് പല ഡോക്ടേഴ്സും പറയാറ്. അതിന്റെ കാരണം എന്ന് വെച്ചാല് കടലിലൊക്കെ വലിയ മത്സ്യങ്ങൾ പോയി കടലിന്റെ ആഴത്തട്ടിലേക്ക് പോയിട്ട് പായലൊന്നും തിന്നുകയില്ല. പകരം അവര് ശവശരീരങ്ങളും അതുപോലുള്ള മറ്റു അനാരോഗ്യകരമായുള്ള വസ്തുക്കളാണ് അവർ ഭക്ഷിക്കുക. മത്സ്യങ്ങളെയും അവർ കഴിക്കും. പക്ഷെ ചെറുമത്സ്യങ്ങൾ ശാന്തതയോടെ പോയിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണമാണ് പായല്. അപ്പൊ ആ പായലിലാണ് ഒമേഗ 3 ഫുള്ളായിട്ട് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ഉൽപ്പന്നത്തിലും. അപ്പൊ ഈ ഒമേഗ 3 ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ന്യൂട്രിചാർജിന്റെ വെജ് ഒമേഗ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ RCMലുള്ള എല്ലാ പ്രോഡക്ട്സും 100% വെജിറ്റേറിയൻ ആണ്. ഒട്ടും തന്നെ നോൺ ഇല്ല അതിനകത്ത്. അപ്പൊ മീനൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പൊ നോൺ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും പ്രത്യേകിച്ച് ഒരു അറപ്പും മടിയും കൂടാതെ തന്നെ ഈ ന്യൂട്രിചാർജ് വെജ് ഒമേഗ കഴിച്ച് പേശീബലം കൂട്ടാം. പിന്നെ ഇതിനകത്ത് ഇത് നമുക്ക് മറ്റൊരു പ്രത്യേകിച്ച് ബ്ലോക്ക് ഉള്ളവർക്കൊക്കെ 2 എണ്ണം കഴിക്കാൻ പറ്റും. എന്നോട് ഡോക്ടർ 3 എണ്ണം കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ അതൊക്കെ കഴിക്കുന്നോണ്ടായിരിക്കും എനിക്കൊരു ബലം കിട്ടി തുടങ്ങിയ ഒരു ഫീല് എനിക്കുണ്ട് ഇപ്പോഴും. പിന്നെ ഇത് എപ്പോ വേണമെങ്കിലും കഴിക്കാം. ഇത് കഴിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. അതായത് ചൂടാറി നല്ലതുപോലെ തണുത്ത വെള്ളത്തിലാണ് ഈ വെജ് ഒമേഗ കഴിക്കേണ്ടത്. അപ്പൊ നമ്മൾ പലപ്പോഴും മറ്റുള്ള രോഗികൾക്ക് നമ്മൾ പല പ്രോഡക്ട്സും നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ പ്രോഡക്ട്സും എന്താണെന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ആ രീതിയിൽ നീങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് നോളജ് കൂട്ടേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ചേരാനായിട്ട് ഒരുപാട് വ്യക്തികളെ കിട്ടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ നവഭാരതം കെട്ടിപ്പടുക്കുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് ഉള്ള സ്ട്രെങ്ത് കൂട്ടിയെടുക്കാനായിട്ടും സാധിക്കും. ഈ ഒരു മഹത് കാര്യത്തിലേക്ക് കൂട്ടാളികളെ കൂട്ടുക എന്ന് പറയുന്നത് വലിയ കർമ്മമാണ്. അപ്പൊ അതിനു വേണ്ടുന്ന പാതകളാണ് പ്രോഡക്ട്സ് അറിയുക എന്നുള്ളത്. അപ്പോ ഇപ്പൊ ഞാൻ ഒരുപാട് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അതെല്ലാം ഒരു പല പേപ്പറുകളിലായിട്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, അതാണ് തപ്പുന്നത്. ഇനി അതെല്ലാം ഒരു ബുക്കിനകത്ത് എഴുതി വെക്കണം എനിക്ക്. അപ്പോ ഇടയ്ക്കിട്ടൊന്ന് മറച്ചു നോക്കിയാല് പ്രായാധിക്യം കൊണ്ട് ചിലപ്പോൾ ഓർമ്മക്കുറവുകൾ ഉണ്ടാകാലോ. പക്ഷെ എനിക്കൊരു രസം, എനിക്ക് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടായിരുന്നു. ഒരു തലവിറയിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അത് വന്നത് ഈ RCMല് വന്നിട്ടും എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് പൂർണ്ണമായിട്ടും മാറിയിട്ട് ഒരു 1.5 മാസത്തോളമായി. അപ്പൊ ഞാൻ ഹോമിയോ മെഡിസിൻ ആണ് എടുത്തിരുന്നത്. പക്ഷെ ഇത് ഈ തവിടെണ്ണ ഉപയോഗിക്കുന്നതിലൂടെയും ഗാമോറിസിനോൾ ഉപയോഗിക്കുന്നതിലൂടെയും ഒക്കെ ആ ഒരു പ്രത്യേകത കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോ ഞാൻ ധൈര്യപൂർവ്വം തന്നെ ആ ഹോമിയോ ഡോക്ടറെ ഉപേക്ഷിച്ചു ഞാൻ. ഇപ്പൊ എനിക്ക് തലവേദനയൊന്നും ഇല്ല എനിക്ക് സത്യത്തില്. പിന്നെ അതേപോലെ തന്നെ
എല്ലാ തരത്തിലും മുടി കൊഴിച്ചിലിൽ നിന്നു കണ്ണിന് ഞാന് ഇത് ഈ കണ്ണിന് എനിക്ക് ജലാംശം കുറവായിരുന്നു. കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഡ്രൈനസ് വന്നതുകൊണ്ട്. അപ്പൊ അതിന് ഞാൻ ഈ ഒരു ടിയർ ഡ്രോപ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ തവിടെണ്ണ കണ്ണിൽ എഴുതുന്നതിന്റെ ഒരു ആവശ്യകത നമുക്ക് തിമിരം വരാതിരിക്കാനും നമ്മുടെ കണ്ണിലെ ഡ്രൈനസ് മാറാനൊക്കെ എത്രയോ നല്ലതാണ്. അപ്പൊ അത് ഞാൻ സ്വയം പരീക്ഷിച്ചതാണ്. ഇപ്പോഴും ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോ ഞാൻ ഈ തവിടെണ്ണ കണ്ണിൽ എഴുതുന്നുണ്ട്. അപ്പൊ അത് കുറച്ചു നേരത്തേക്കാണ് നമുക്കൊരു മൂടൽ അനുഭവപ്പെടുന്നുള്ളൂ. അത് കഴിയുമ്പോ അതിന്റെ ഗുണം അപ്പൊ ഞാനത് ഉപയോഗിച്ചത് ഇപ്പൊ 2-3 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കത് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. കാരണം ഇനി ടിയർ ഡ്രോപ്സും എനിക്ക് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ എന്റെ പല അലോപ്പതി മരുന്നുകളാണ് ഞാനിവിടെ നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ അതുപോലെ കിടന്ന വ്യക്തിയാണ്. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പൊ ഇനി അത് പെട്ടെന്നൊന്നും ഒഴിവാക്കണ്ട എന്നുള്ളത് എപ്പോഴും ഇത് കഴിച്ചാ എന്നാൽ അതും കഴിക്കണ്ട എന്ന് പറയാം. പക്ഷെ ഞാൻ എന്താ ധൈര്യപൂർവ്വം ഓരോന്നോരോന്നായിട്ട് എനിക്കൊരു ഉറച്ച വിശ്വാസം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓരോന്നും നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് ഒരു ടാബ്ലറ്റും കൂടി എനിക്ക് നിർത്തലാക്കാനുള്ളത് തൈറോയിഡ് ആണ്. അപ്പൊ അതിന് 1 മാസം ഞാനൊരു 1 1/2 മാസം കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ വലിയതാണ്. കാരണം ഈ തൈറോയിഡിന്റെ ഗുളികയൊക്കെ നമുക്ക് കഴിക്കേണ്ടി വരുന്നത് ജീവിതാവസാനം വരെയാണ്. അതുപോലെ കൊളസ്ട്രോളിന്റെ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരുന്നതും ജീവിതാവസാനം വരെയാണ്. ഇപ്പൊ കൊളസ്ട്രോളിന്റെ മാറ്റി വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. കൊളസ്ട്രോൾ എന്നത് ഇപ്പൊ ഈ കൊളസ്ട്രോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് തന്നെ എങ്ങനെയാ വെച്ചാല് ഞാൻ ഈ റോട്ടിൽ കൂടെ പോകുമ്പോ ഒരു ഒരു ചെറിയൊരു കേറ്റം അതുപോലും എനിക്ക് കേറുമ്പോ എന്റെ നെഞ്ചിനകത്ത് അത് അനുഭവപ്പെട്ടിരുന്നു. ഒരു കിതപ്പായിട്ടുമൊക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ ആ ചെറിയ കയറ്റം നല്ല കണ്ണാറ കയറ്റവും ഇറക്കവും ഒക്കെ എന്ത് ഈസി ആയിട്ടാണ് പോകുന്നത്. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ഇത്തരത്തില് മാറ്റം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ എന്നല്ല 100% തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാനായിട്ട് ഏവർക്കും ആശ്രയിക്കാവുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് RCM. അപ്പോ ഞാൻ എന്തൊക്കെയോ എന്റെ മനസ്സിൽ വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. വലിയ പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് പറഞ്ഞത്. പല കുറവുകളും ഇതിനകത്ത് വന്നിട്ടുണ്ടാകും. എല്ലാവരും ക്ഷമിക്കണം. പിന്നെ എനിക്ക് എന്റെ ഈ ഒരു സംസാരം ഇതുവരെ ശ്രവിച്ചിട്ടുള്ള എന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. പോരാതെ പല കുറവുകൾ എനിക്ക് സംസാരിക്കുന്നതിലുണ്ടെന്ന് അറിയാമെങ്കിലും ഇത്രയെങ്കിലും പറയാനായിട്ട് എന്നെ പ്രാപ്തയാക്കിയത് ഞങ്ങളുടെ ഫീനിക്സ് പ്രോഗ്രാമിലെ ഞങ്ങളുടെ ട്രെയിനേഴ്സായ സുരാഗ് സാറും അർജുൻ സാറുമാണ്. അപ്പോ ആ 2 സാർമാർക്കും അർജുൻ സാറിനും സുരാഗ് സാറിനും എന്റെ വലിയ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ ഇതുവരെ എന്നെ ശ്രമിച്ച മറ്റുള്ള എല്ലാ വ്യക്തികൾക്കും ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് കയറാനായിട്ട് അവസരം തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.